ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. എല്ലായിടത്തേക്കും മഴയൊക്കെ പെയ്തോ? ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ ചെറിയ മഴക്കോളൊക്കെ ആയിരുന്നു, ചെറിയ തൂളുമഴയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടൻ പോകുന്ന പുറകെ ഞാനും കടയിലേക്കൊന്ന് പോയിട്ടോ. ടൈല് വിരിച്ചേക്കുന്നിടത്ത് നന്നായിട്ട് നനഞ്ഞിട്ടൊക്കെയുണ്ട്, പക്ഷെ അത്രയ്ക്ക് മഴയൊന്നും പെയ്തില്ല. ഞാൻ അരി വാങ്ങിക്കാനായിട്ടായിരുന്നു പോയത്. അരി വാങ്ങിയിട്ട് വന്നപ്പോഴേ കുഞ്ഞപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മഴയായാൽ ഇവന്മാർക്കെല്ലാം പുറത്തിറങ്ങാൻ ചെറിയ മടിയാണല്ലോ. വെയിലാണെങ്കിൽ ഫുള്ള് കറങ്ങി നടക്കുവേ. ഇത് ഉച്ചയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോയാ. രാവിലത്തെ വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി ഒന്ന് മഴ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ചെറിയ മഴ പെയ്താലും അന്തരീക്ഷം പെട്ടെന്ന് അങ്ങ് തണുക്കും. അതുകൊണ്ട് അന്തരീക്ഷമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വലിയ മഴയൊന്നുമല്ല, മണ്ണൊന്നും അങ്ങനെ നനയാനുള്ള മഴയൊന്നും പെയ്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാനപ്പോൾ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ വരാറാകുമ്പോഴേക്ക് പുഴുങ്ങാനായിട്ട് വെക്കുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ച് വെക്കാം എന്നോർത്ത് അതിനുള്ള എല്ലാം സെറ്റാക്കുവാണ് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടി ഒരു മുളക് ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. മിക്സിയിൽ ഞാൻ അരച്ചില്ല, ഇടികല്ലിൽ വെച്ച് ശരിക്കും അതെല്ലാം കൂടി ഇടിച്ചെടുക്കുക ചെയ്തത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഉപ്പ് ആദ്യമേ ഇട്ടു, അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. വെളിച്ചെണ്ണ ഇന്ന് രാവിലെ തൊട്ട് ചെറിയ തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ശരിക്കും മിക്സ് ചെയ്തു. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ. എനിക്കിത് ചോറിനും കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷെ മധുരക്കിഴങ്ങിന് കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. മീനില്ലാത്തത് കൊണ്ട് പിന്നെ മുളക് ചമ്മന്തി അരച്ചത്. അപ്പോഴത്തേക്കും വിളക്ക് വെക്കാറായിരുന്നു. പിന്നെ ഞാൻ പോയി നിലവിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും ചേട്ടൻ വരാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മധുരക്കിഴങ്ങ് വേവിക്കാൻ വെക്കുവാണേ. മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാൻ വേണ്ടി വെച്ചു. ചേട്ടൻ വരുമ്പോഴേക്കും വേവുവാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി കഴിക്കാമല്ലോ, അങ്ങനെ ഓർത്താണ് കേട്ടോ ചേട്ടൻ വരാറായപ്പോഴേക്കും വെച്ചത്. അങ്ങനെ ഇതെല്ലാം സെറ്റായി. ഞാൻ ചായയൊക്കെ എടുത്തു. ചേട്ടൻ വന്നായിരുന്നു. കുഴപ്പമില്ലാത്ത മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ, പക്ഷെ അത്ര നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നു. മധുരം കുറച്ച് കുറവായിരുന്നു. ചില മധുരക്കിഴങ്ങ് ഇപ്പോൾ വാങ്ങുന്നത് അങ്ങനെയാണല്ലോ, ചിലതിന് നല്ല മധുരം കാണും, ചിലതിന് മധുരം കുറവായിരിക്കും. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങും അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ കാപ്പി കുടിക്കുവാണ്. മധുരക്കിഴങ്ങും മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി. എൻ്റെ മുടി ഇപ്പോൾ നല്ല വൃത്തികേടായിട്ടോ, ഫ്രണ്ടൊക്കെ നന്നായിട്ട് ചുരുണ്ടു. അപ്പോൾ പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം എടുത്തതാണേ. എല്ലായിടത്തേക്കും നല്ല മഴയൊക്കെ പെയ്തു എന്ന് അറിഞ്ഞു. ഇവിടെ മാത്രം മഴയൊന്നും പെയ്തില്ല കേട്ടോ. ചെറിയ തൂളുമഴ മാത്രം പെയ്തു 2 ദിവസത്തേക്ക്. മൂടി നിൽക്കുന്ന കണ്ടപ്പോൾ നല്ല മഴ പെയ്യുമെന്ന് ഓർത്തു, പക്ഷെ പെയ്തില്ല. 2 ദിവസത്തേക്ക് ചെറിയ ചൂടിന് ആശ്വാസം ഉണ്ടായിരുന്നു. ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല വെയിലായി വീണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായി